ഹലോ മക്കളെ, സുഖല്ലേ? ഇന്ന് നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് കീറ്റോൺസിൻ്റെ രണ്ടാമത്തെ റിയാക്ഷൻ നോക്കാൻ പോവുകയാണ്. പ്രിപ്പറേഷൻ ഓഫ് കീറ്റോൺസ് അല്ലേ? അപ്പോൾ കീറ്റോൺസ് എന്താണെന്നറിയോ? കീറ്റോൺസ് എന്താ? RCOR എന്ന് പറയുന്ന ഗ്രൂപ്പാണ് കീറ്റോൺസ് അല്ലേ? RCOR എന്ന് പറയുന്ന ഗ്രൂപ്പാണ് കീറ്റോൺസ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നൈട്രൈൽ എടുക്കുക. നൈട്രൈൽ എന്താ? RCN ഗ്രൂപ്പ് എന്ന് പറയുന്നതാണ് നൈട്രൈൽ. നിങ്ങൾ ബോർഡിലോട്ട് നോക്കൂ. RCN എന്ന് പറയുന്നതാണ് നൈട്രൈൽ. ഈ RCN എന്ന് പറയുന്ന നൈട്രൈലിൻ്റെ കൂടെ നമ്മൾ റിയാക്ട് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ഗ്രിഗ്നാർഡ്സ് റിയേജൻറ്റ്. എന്താ ഗ്രിഗ്നാർഡ്സ് റിയേജൻറ്റ്? ഗ്രിഗ്നാർഡ് റിയേജൻസ് മറ്റൊന്നുമല്ല, നമ്മുടെ RMgX മീത്തായിൽ അല്ലെങ്കിൽ ആൽക്കൈൽ മാഗ്നീഷ്യം ഹാലൈഡിനെയാണ് നമ്മൾ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് എന്ന് പറയാം. അങ്ങനെ ഇത് രണ്ടും റിയാക്ട് ചെയ്യുക ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിൽ. അങ്ങനെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്? ഒരു ഇമ്മീൻ ആയിരിക്കും. ഇമ്മീൻ, IMINE, ഇമ്മീൻ എന്ന് പറയുന്ന സാധനം. ആ ഇമ്മീനെ ഒന്ന് ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നിങ്ങൾ ബോർഡിൽ ശ്രദ്ധിക്കൂ. നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കിട്ടാൻ പോകുന്നത് കീറ്റോൺസ് ആണ്. അപ്പോൾ ഓക്കെ അല്ലേ? റെഡി അല്ലേ? റിയാക്ഷൻ സിമ്പിൾ അല്ലേ?